അങ്ങനെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും PV അൻവറും സർക്കാരും തമ്മിലുള്ള വടംവലി തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ PV അൻവർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. അതിനും കാരണമുണ്ട്. അതായത് പാർട്ടി മുഴുവൻ ഈ PV അൻവറിനെതിരെ തിരിഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം PV അൻവർ മിണ്ടാതിരിക്കണം എന്നാണ്. അതുകൊണ്ട് മാത്രം PV അൻവർ പറയുന്നത് ഞാൻ ഇപ്പൊ തൽക്കാലം യുദ്ധം നിർത്തുകയാണ്, പക്ഷേ ഭാവിയിൽ വീണ്ടും ഈ പോലീസ് സേനയിലെ ഇതുപോലത്തെ കള്ളന്മാരെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷെ തൽക്കാലം ഈ ഒരു പ്രശ്നം തീർന്നതായിട്ടാണ്, അല്ലെങ്കിൽ അവസാനിച്ചതായിട്ടാണ് സാഹചര്യവശാൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ചില ചോദ്യങ്ങളും ചില കണ്ടെത്തലും നടക്കുകയാണ്. ചോദ്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഈ പോലീസ് സേനയിലെ കള്ളന്മാരെയും കൊലപാതകികളെയും ബലാത്സംഗികളെയും തുറന്നു കാട്ടിയതിന് എന്തിനാണ് ഈ സർക്കാർ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ സർക്കാർ ഭരിക്കുക, അതിനാണല്ലോ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് തന്നെ. ഇങ്ങനത്തെ ഒരു സർക്കാർ എന്തിനാണ് ഈ പോലീസ് സേനയിലെ കൊള്ളത്തലവന്മാരെ നിലനിർത്തിക്കൊണ്ട് ഈ PV അൻവർ പോലത്തെ ജനപ്രതിനിധികളെ അടിച്ചമർത്തിയത് എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. പിന്നെ മറ്റൊന്ന്, അത് ഇതിനേക്കാൾ ഗുരുതരമാണ്. അതായത് ഈ പോലീസ് സേനയില് സംഘീവൽക്കരണം, ഫാസിസം ചിതല് പോലെ കയറിപ്പറ്റിയിട്ടുണ്ട്. ഓരോ ദിവസം ചിതൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിതൽ പിടിക്കുമ്പോൾ അവസാനം ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് തന്നെ അപകടമാണ്. അത് മാത്രമല്ല, ഇനി പാർട്ടി എന്ന രാഷ്ട്രീയം എന്ന അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ അപകടം വരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, പശ്ചിമ ബംഗാളിലായിക്കോട്ടെ ത്രിപുരയിലായിക്കോട്ടെ ഈ ഒരു ഇടതുപക്ഷം തകർന്നതോടു കൂടിയിട്ട് ആദ്യം തന്നെ BJP-കാർ ചെയ്തത് അവിടുത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾക്ക് തീ വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്തത് അത്രയും കാലം അവിടെ ഭരിച്ചിരുന്ന നേതാക്കന്മാരായി നടന്നിരുന്ന ആൾക്കാരെ മുഴുവൻ വെട്ടിക്കൊല്ലുക എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് അവർ ഇവിടെയും ചെയ്യുക. കാരണം കേന്ദ്രത്തിലും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ അവർക്ക് ശക്തിയുണ്ട്. ഇനി കേരളം പിടിച്ചടക്കിയാലോ പിന്നെ പറയും വേണ്ട. ഇത്രയും കാലം പക കൊണ്ട് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ അവരെ നടന്ന് വെട്ടിക്കൊല്ലുകയും ചെയ്യും. അപ്പൊ ഇത്രക്കൊരു വലിയ അപകടം ഇനി വരാൻ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മതേതരത്വം എന്നേക്കുമായിട്ട് നശിക്കാനും പോവുകയാണ്. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ അത്ഭുതം നമുക്ക് തോന്നുന്നത്. പോലീസിൽ ഒന്നാം തരമായിട്ട് സംഘീവൽക്കരണം നടന്നിട്ടുണ്ടെന്ന് രഹസ്യമായിട്ടാണ് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോ ഈ PV അൻവറുടെ സംഭവത്തിന് ശേഷം എല്ലാവരും പരസ്യമായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഏത് രൂപത്തിലാണ് പോലീസ് സേനയിൽ മുഴുവൻ സംഘികളെ കുത്തിക്കയറ്റിക്കൊണ്ട് ഈ കേരളത്തിനെ തന്നെ സംഘികളെ കൊണ്ട് സമാന്തരമായിട്ട് ഭരിപ്പിക്കുന്നത് എന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതേ പോലീസ് സേന, ഈ MR അജിത് കുമാർ, സുജിത് ദാസ്, ശശിധരൻ ഇതുപോലത്തെ പോലീസുകാരുടെ സഹായത്തോടെ തന്നെ ഒരു ഭാഗത്ത് ഫാസിസം വളർത്തുമ്പോൾ മറുഭാഗത്ത് കൂടെ സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത്, ബലാത്സംഗങ്ങൾ, നിരപരാധികൾ പിടിച്ച് ജയിലിടുക, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പിടിച്ച് ജയിലിടുക, ഇങ്ങനത്തെ സംഗതികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ജനങ്ങളാകെ വിമിഷ്ടപ്പെട്ട് വീർപ്പ് മുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ പോലീസ് സേനയിലെ എല്ലാവരും ഇതുപോലത്തെ അഴിമതിക്കാരൊന്നല്ല. 10,000-കണക്കിന് പോലീസുകാർക്ക് സ്വതന്ത്രമായിട്ട് രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി സേവനം അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ആഗ്രഹമുള്ളവരെ ആ ഒരു രീതിയിലുള്ള ജോലി ചെയ്യാൻ സമ്മതിക്കാതെയാണ് അവരുടെ തലയുടെ മുകളിൽ ഇതുപോലത്തെ കൊള്ളക്കാർ കയറിയിരിക്കുന്നത്. MR അജിത് കുമാറിനെ പോലത്തെ കൊള്ളക്കാർ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് പോലീസുകാർ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ പോലീസിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഈ കൊള്ളക്കാർ പറയുന്നത് അനുസരിച്ച് എല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് പല പോലീസുകാർക്കും മനസ്സാക്ഷി കുത്തുണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് ചെയ്യാനും സാധ്യമല്ല. അങ്ങനെ ഒരുപാട് പോലീസുകാരെ വിമിഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വശം അതിനുണ്ട്. പിന്നെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ നടന്നു പോകുന്നവനെ നീ മയക്കുമരുന്ന് കടത്തിയില്ലടാന്ന് പറഞ്ഞിട്ട് ജയിലിലിട്ടിട്ട് പിന്നെ കാലാകാലം അകത്ത്. പിന്നെ അതേപോലെ തന്നെ നിരപരാധികളായ മുസ്ലിങ്ങളെ നീ തീവ്രവാദിയിലിടാന്ന് പറഞ്ഞിട്ട് ജയിലിലിട്ട് അത് പിന്നെ കാലാകാലം അങ്ങനെ അകത്ത്. അതേസമയം ഈ സംഘി ഭീകരന്മാര് നടന്ന് ആൾക്കാരെ വെട്ടിക്കൊല്ല, ബോംബെറിയ, ഇവർക്കെതിരൊക്കെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് പോലീസ്. പിന്നെ ഇതേ പോലീസുകാരാണ് ഇനി വല്ല സംഘികൾ വല്ല പെൺകുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, പാലത്തായി പീഡന കേസ് അറിയാലോ, ആ ഒരു പീഡനത്തിൽ എന്താണ്ടായത് അത് തന്നെയാണ് ഇപ്പൊ എല്ലാം സംഭവിക്കുന്നത്. വെറുതെ വിടാനുള്ള എല്ലാ സാഹചര്യവും ഒപ്പിച്ചു കൊടുക്കുക. സംഘികളുടെ ബലാത്സംഗ കേസിൽ നിന്ന് വരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസിലുള്ള സംഘികൾ വളരെ വ്യക്തമായിട്ട് തന്നെ കൂട്ടു നിൽക്കുകയാണെന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി. ഇതിനൊക്കെ കാരണം എന്താണ്? PV അൻവർ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വക പോലീസ് ചെയ്യുന്ന ഈ കൊടും കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ഈ അമർന്നിരുന്ന് ദുർഗന്ധം വമിച്ച് നാറുമായിരുന്നു. പക്ഷെ ഈ PV അൻവർ അത് പറഞ്ഞത് കാരണം എല്ലാവർക്കും അത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യം PV അൻവർ ചെയ്തു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്.
കാരണം സമൂഹത്തിന് ഗുണമുള്ള ഒരു സംഗതി തന്നെയാണ് PV അൻവർ ചെയ്തത്. ഇനി സഖാക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ താഴേക്കടയിലുള്ള, അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്, സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടത് നല്ലൊരു ഭരണമാണ്, ജനങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണം, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ കിട്ടണം, അന്യായം സംഭവിക്കരുത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ. പക്ഷെ അവരുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഭൂലോക കള്ളന്മാരാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനെതിരെ പാർട്ടി പ്രവർത്തകർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. ഈ PV അൻവറിന് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് തന്നെ സഖാക്കളുടെ ഭൂരിപക്ഷ സപ്പോർട്ടും പിന്തുണയും PV അൻവറിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആയാലും വേണ്ട, ട്വിറ്റർ ആയാലും വേണ്ട, യൂട്യൂബ് ആയാലും വേണ്ട, വാട്സപ്പ് ആയാലും വേണ്ട, എന്തെടുത്ത് നോക്കിയാലും അത് ശരിക്കും പ്രത്യക്ഷമായിട്ട് തന്നെ കാണാം. എല്ലാവരും PV അൻവറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ കുറച്ചുകൂടി അതിര് കടന്നുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ വിമർശിക്കാൻ വരെ സഖാക്കൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാലോ, എന്താണ് ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു പ്രത്യയശാസ്ത്രം? അതായത് എല്ലാവർക്കും തുല്യത, അതാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ പിണറായി വിജയൻ സ്വന്തമായിട്ട് എത്ര കോടികളാണ് ഉണ്ടാക്കുന്നത്? അമേരിക്കയിൽ ബിസിനസ് ഇടുന്നു, മക്കൾ കോടീശ്വരന്മാരാകുന്നു. നിരവധി കേസുകളാണ് പിണറായി വിജയനെതിരെ ഉള്ളത്. അത് ഈ മോദി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ചൂണ്ടലിടേണ്ടതെന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും പിണറായി വിജയൻ സംഘികൾക്കെതിരെ തലപൊക്കിയാൽ ഉടനെ തന്നെ പിന്നെ ജയിലിൽ കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കാവ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന്. അതിന് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റുള്ള പാർട്ടി പ്രവർത്തകരും. അവരുടെയൊക്കെ മക്കളെ കണ്ടില്ല, ഒക്കെ വിദേശത്ത് അയച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട് ഈ വക കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഈ PV അൻവറിന് ഇത്രയും വലിയ സപ്പോർട്ട് അവർ ചെയ്യുന്നത്. എന്തായാലും PV അൻവർ പറഞ്ഞിരിക്കുന്നത് പോലീസിലെ ഈ വക തെമ്മാടികൾക്കെതിരെ ഇനിയും ഞാൻ പോരാടും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയും ചെറിയ പ്രശ്നമുണ്ട്. അതായത് പോലീസ് സേനയിലെ തെമ്മാടികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അവസാനം എത്തിച്ചേരുക ഈ പിണറായി വിജയന്റെ അടുത്തേക്ക് തന്നെയാണ്. കാരണം മൂപ്പരാണ് ഇതിന്റെ ഹെഡ് ഓഫീസ്. തലവൻ പിണറായി വിജയനാണ് ഈ വക എല്ലാ കൊള്ള സംഘത്തിന്റെയും. അതുകൊണ്ടാണല്ലോ ഈ MR അജിത് കുമാറിനെ മാറ്റാത്തത്. അതുകൊണ്ടാണ് MR അജിത് കുമാറിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് വേറെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരൊന്നും പുറത്താക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണല്ലോ. പിന്നെ ഈ P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, അയാളാണ് ഈ കൊള്ള സംഘത്തിന്റെ മുഴുവൻ കണക്കുകൾ എടുക്കുന്നത്. അയാളിനെ മാറ്റാൻ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? അത് ഈ കൊള്ള സംഘത്തിന്റെ അസിസ്റ്റന്റ് ആണ്. കൊള്ള സംഘത്തിന്റെ തലവൻ പിണറായി വിജയനാണ്, അസിസ്റ്റന്റ് P ശശിയാണ്. പിന്നെ ഇത് പ്രായോഗികമായിട്ട് ഫീൽഡിൽ നടത്തുന്നതാണ് MR അജിത് കുമാറും കൂട്ടരും. അപ്പൊ ഈ കൊള്ളസംഘം ഒരു ഭാഗത്ത് കൂടെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൊള്ളസംഘം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന്റെ കയ്യിൽ അധികാരം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, വീട്ടിൽ കയറിയിട്ട് ആൾക്കാരെ തല്ലിക്കൊല്ലും, അപ്രത്യക്ഷമാക്കും, കള്ളക്കേസ് കൊടുക്കും. അതൊക്കെ ഒരു ഭാഗത്തുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പൊ ഭരണം കൊള്ളസംഘത്തിന്റെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ PV അൻവറുടെ ഈ വക ഈ ഒരു യുദ്ധം ഇത് അവസാനം ഇങ്ങോട്ട് തന്നെയാണ് എത്തുക എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ, ഇതാണ് ആ കൊള്ള സംഘത്തിന്റെ ഫീൽഡ് തലവൻ MR അജിത് കുമാർ. മൂപ്പര് എന്ത് രീതിയിലാണ് സല്യൂട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപിനെ. കാരണം കൊള്ളസംഘം നടത്തുന്നതിന്റെ കൂടെ തന്നെ കാവ്യവൽക്കരണം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സന്തോഷമാണ്. ഒരു MP എങ്കിലും സംഘി ആയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടുള്ള സല്യൂട്ടാണ്. രണ്ടുപേരും കൈകോർത്ത് പിടിക്കുന്നത് കണ്ടാൽ എന്താണാവോ തോന്നിപ്പോവും. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണോ എന്ന് വരെ തോന്നും. അങ്ങനത്തെ പിടുത്തമാണ് പിടിക്കുന്നത്. പിന്നെ ഭയങ്കര സ്വകാര്യത പറയുന്നുണ്ട്. അവരുടെ മുഖത്ത് തന്നെ വായിച്ചെടുക്കാൻ കഴിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നന്ദി സൂചകരാണെന്നുള്ള കാര്യം. കാരണം ഈ ഒരു സുരേഷ് ഗോപിനെ മഹാനായ ഒരു രക്ഷകനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പൂരം തന്നെ കലക്കിയ ആളാണ് ഈ MR അജിത് കുമാർ. അപ്പൊ അതിന്റെ നന്ദി ഉണ്ടാവുമല്ലോ. അതാണ് ഇത്രയും കൈയൊക്കെ കോർത്ത് ചുംബിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊരു വിധേയത്വം, എന്തൊരു ആദരവ്, എന്തൊരു വിനീതദാസനായിട്ടാണ് ആ ഒരു MR അജിത് കുമാർ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത്. പിന്നെ ഈ സഖാക്കൾ പറയുന്നത് പോലെ തന്നെ ഒന്നിക്കിൽ കക്കുന്നവർക്ക് മതിയാകണം, അല്ലെങ്കിൽ അണികൾക്ക് ബോധോദയം ഉണ്ടാവണം. ഇത് രണ്ടും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കൊള്ളസംഘം, ഈ ഫാസിസം ഇതേപോലെ കേരളത്തിൽ വളരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ഇപ്പൊ ഈ PV അൻവറുടെ ഈ രംഗപ്രവേശനം കാരണം ജനങ്ങൾക്ക് മനസ്സിലായി, ഒരു ജനപ്രതിനിധി വിചാരിച്ചാൽ ഒരുപാട് മാറ്റങ്ങളാണ് ഒരു സംസ്ഥാനത്തിൽ വരുത്താൻ സാധിക്കുക. പറയുമ്പോ PV അൻവർ ഒരു MLA മാത്രമാണ് ഈ നിലമ്പൂരിലത്തെ. പക്ഷെ അങ്ങനത്തെ ഒരാൾക്ക് പോലും കേരളം ഒന്ന് ഇളക്കി മറിക്കാം എന്നുണ്ടെങ്കിൽ ഒരു 10-20 ജനപ്രതിനിധികൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം തന്നെ കഴുകിയെടുക്കാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ജനപ്രതിനിധികൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ നേട്ടം, എന്റെ സന്തോഷം, എന്റെ കുടുംബക്കാരുടെ സന്തോഷം, അങ്ങനെ എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും.
അതുകൊണ്ടാണ് ഈ രൂപത്തില് പോലീസിലൊക്കെ ഇത്രയും വലിയ കൊള്ളസംഘം യാതൊരു ഭയമില്ലാതെ ജനങ്ങളെ ഭയക്കാതെ നടത്തുന്നത്. എന്നിട്ട് അതേ ജനങ്ങളെ തന്നെ പിടിച്ച് ജയിലിടുന്നത്. ജനങ്ങളാണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്, എല്ലാവർക്കും, ജനപ്രതിനിധികൾക്ക് വരെ. അപ്പൊ ജനങ്ങളെ ഭയപ്പെടാതെയാണ് ഇവന്മാര് ക്രൂരമായ കൊള്ളസംഘവും അതേപോലെ തന്നെ ഫാസിസവും രണ്ടും വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടു നിൽക്കുന്നത് ഈ പിണറായി വിജയനാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്നേ വരെ ഈ ഒരു 8 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംഘി കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ പോകുന്നത്? ജയിലിൽ പോകും, അപ്പൊ തന്നെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അപ്പൊ തന്നെ വിടും ചെയ്യും. ബലാത്സംഗ കേസിൽ വരെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ പറയാനുണ്ടോ ബാക്കി? എന്തിന് ഈ ഒരു പിണറായി വിജയന്റെ ഭരണത്തിൽ തന്നെയല്ലേ നിരവധി മുസ്ലിങ്ങളെ ഈ RSS തീവ്രവാദികൾ കൊന്നത്? ഒരൊറ്റെണ്ണം നേരെ ചൊവ്വ ആർക്കെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇന്നവർ വിചാരണ തുടങ്ങിയിട്ടുണ്ടോ? അതേസമയം തിരിച്ചുള്ള കേസുകളില്, അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാര് 1-2 RSSകാരെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ രഞ്ജിത്ത് വധക്കേസ്, അതിൽ 10 PFIക്കാർക്കും വധശിക്ഷ, തൂക്കിക്കൊല്ലണം എന്നാ പറയുന്നത്. അതേസമയം അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം നടന്ന കേസില്, ഷാൻ വധത്തില്, ഇന്ന് വരെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ അതിമാരകമായ ഇരട്ടത്താപ്പൊക്കെ നടക്കുന്നത് ഈ പിണറായി വിജയന്റെ ഭരണത്തിലാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം, ഒരു സംശയം വേണ്ട. പക്ഷെ എല്ലാവർക്കും തുല്യമായ ശിക്ഷ ആയിരിക്കണം, തുല്യമായ വിചാരണ ആയിരിക്കണം. അല്ലാതെ പേര് നോക്കിയിട്ട് മാത്രം കോടതികൾ സജീവമാകുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അപകടം വേറെ ഒന്നും തന്നെ ഇല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കൊള്ളസംഘം വീണ്ടും കള്ളക്കടത്ത് നടത്തുമല്ലോ. കാരണം അവരതല്ലേ ശീലിച്ചത്, ഒരിക്കലും നിർത്തൂലല്ലോ. PV അൻവർ പറഞ്ഞു അതുകൊണ്ട് നിർത്തിക്കളയാം എന്നൊന്നും ഒരു പോലീസുകാരനും പറയില്ല. അപ്പൊ അതവർ വീണ്ടും തുടരുന്നുണ്ടോ? അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ PV അൻവർ അല്ലാത്ത വേറെ വല്ല ജനപ്രതിനിധികളും ഇടപെടുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത്രയെങ്കിലും രാജ്യസ്നേഹം പോട്ടെ, സംസ്ഥാന സ്നേഹമെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.